പ്രളയത്തിൽ തകർന്ന അട്ടപ്പാടിയിലെ സാമ്പാർക്കോട് പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കാത്തതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് ഷോളയൂരിലെ ആദിവാസി കുടുംബങ്ങൾ. താഴെ സാമ്പാർക്കോടിലെയും മേലെ സാമ്പാർക്കോടിലെയും ജനങ്ങൾക്ക് അഗളിയിലേക്ക് എത്താൻ ആകെ ആശ്രയമായിരുന്നു സാമ്പാർക്കോട് പാലം. 2018 തകർന്ന പാലം പുതുക്കി പണിയാത്തതിനാൽ 500 മീറ്റർ ദൂരത്തുള്ള അഗളിയിലേക്ക് വനാതിർത്തിയിലൂടെ 5 കിലോമീറ്റർ ചുറ്റിയാണ് സാമ്പാർക്കോട് നിവാസികൾ എത്തുന്നത്. മഹാപ്രളയത്തിൽ കരകവിനൊഴുകിയ ശിരുവാണിപ്പുഴ കൊണ്ടുപോയതാണ് ഷോളയൂരിനെ അഗളിയുമായി ബന്ധിപ്പിച്ചിരുന്ന സാമ്പാർക്കോട് പാലം. ഒരു വശം പൂർണ്ണമായും തകർന്നു, കൈവരികൾ ഇടിഞ്ഞു വീണു, താഴ്ഭാഗം മുഴുവൻ പൊള്ളയായി. ഷോളയൂരിലെ താഴെ സാമ്പാർക്കോട്, മേലെ സാമ്പാർക്കോട് എന്നിവിടങ്ങളിലായി 200-ലധികം ആദിവാസി കുടുംബങ്ങളുണ്ട്. ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങി ഏത് ആവശ്യത്തിനും ഇവർക്ക് ശിരുവാണി മുറിച്ചു കടന്ന് അഗളിയിലെത്തണം. 2018 പ്രളയം വരെ ഈ പാലത്തിലൂടെ സഞ്ചരിച്ചാൽ 500 മീറ്റർ മതി അഗളിയിലേക്ക്. പാലം തകർന്നതോടെ ആനയിറങ്ങുന്ന വനാതിർത്തിയിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഇവർക്ക് അഗളിയിലെത്താൻ. തകർന്ന പാലത്തിലൂടെ ഇവർ തന്നെ മുള കൊണ്ട് താത്കാലിക പാലം ഒരുക്കിയെങ്കിലും നടക്കാൻ പോലും അതിന് ബലമില്ല. മേലെ സമ്പാർ റോഡ്, താഴെ സമ്പാർ റോഡ്, ഈ രണ്ട് ഊരുകളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. 100 ഏക്കർ നെല്ലിപ്പതി വഴി ഗൂളിക്കടവ് വഴി വേണം നമ്മൾ അഗളിക്ക് വരാൻ. നമ്മുടെ ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുടെ താവളമാണ്. രാത്രി കാലങ്ങളിൽ നമ്മൾ ഈ രണ്ട് വഴി കൂടെ ഏത് വഴി കൂടെ പോയാലും വന്യമൃഗശല്യം ഒരുപാടുള്ള വഴികളാണ്. ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഈ വഴി കൂടി തന്നെ പോണത്. സ്കൂളിൽ പിള്ളേരോ ഈ വഴിക്കാണ് പോണത്. ഞങ്ങൾക്ക് ഈ പാലം ഇങ്ങനെ കിടന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു ആശുപത്രി കേസ് വരികയാണെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു 6-7 കിലോമീറ്റർ ചുറ്റി കറങ്ങിയിട്ട് പോകണം ആശുപത്രിക്ക് പോകാൻ. ഇപ്പോൾ നിൽക്കുന്ന ഭാഗം അടക്കം ഇപ്പോൾ പോകും. അതുകൊണ്ടാണ് ഈ മരത്തെ വെച്ചിട്ട് അവിടെ കുട്ടിങ് ചെയ്ത് താളം ചെയ്ത് പോകാമ നമ്മ രീതിക്ക് നമ്മ ശരിയാക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള നടപടികൾ ആരംഭിച്ചതാണ്. 4 കോടി രൂപ തുകയായി കണ്ടെത്തണമെന്നായതോടെ പാലം പണി നിലച്ചു. ഇപ്പോൾ നാട്ടിലെത്തുന്ന മെമ്പർ മുതൽ MP വരെ പാലം എന്ന് വരും എന്ന ചോദ്യമുയർത്തി കാത്തിരിക്കുകയാണ് സാമ്പാർക്കോട് നിവാസികൾ. റിപ്പോർട്ടർ, പാലക്കാട്.